യദുവിനെ മനഃപൂർവ്വം ഇതിൽ കേസിൽ പെടുത്തി ജോലി കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വണ്ടി നടത്തിയതാണ്. തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചത് റാഷ് ഡ്രൈവിങ് നമ്മളെ വണ്ടി തട്ടാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാണ് വന്നത്. പിന്നീട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആംഗ്യത്തിലോട്ട് വന്നത്. ഞാൻ ആലോചിച്ചു, ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചതെന്ന്. എന്തെങ്കിലും മേറെ പോയി കാണണമെന്നും നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നും മറ്റോ തോന്നിയിട്ടുണ്ടോ? എനിക്കിങ്ങനെ ഒരിക്കൽ ബോധ്യപ്പെടുത്തിയതിൻ്റെ ക്ഷീണമാണ് അനുഭവിക്കുന്നത്. ഇനി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പറയും അവരെ കയറി പിടിക്കാൻ ചെന്നെന്ന് പറയും. എന്തിനാണ് ചുമ്മാ അടുത്ത കേസും കൂടെ പറയുന്നത്? മെമ്മറി കാർഡ് മോഷണം പോയതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള നല്ല രീതിയിലുള്ള ഗൂഢാലോചന, താഴ്ത്തട്ട തൊട്ട് മേളറ്റം വരെ ഗൂഢാലോചന നടന്നതാണ്. പക്ഷെ അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഈ നിയമപരമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിയമപരമായിട്ട് കോടതിയെ മാത്രം നമ്മൾ പേടിച്ചാൽ മനുഷ്യത്വമുള്ള ആൾക്കാർ കാണുമല്ലോ, ന്യായമായിട്ടുള്ള കാര്യം വിധി പറയാനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ദൈവമായിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഉള്ളിടത്തോളം കാലം സത്യം തെളിയും.